ചെയ്താലോ? ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുന്നു. 10 ഡേയ്സും കൂടെ ഉള്ളൂ. അതുപോലെ തന്നെ കുഞ്ഞുവാ വരാനും 10 more days കൂടെ ഉള്ളൂ. സോ ഞങ്ങൾ ഓർത്ത് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഒരു ചെറിയൊരു ബാഗ് അടിക്കാലോ എന്ന് ആലോചിച്ചു. അതാണ് ഇതിന്റെ മെയിൻ പർപ്പസ് ഈ വീഡിയോ. അല്ലേ, റെഡി അല്ലേ? അതിനെല്ലാം എന്റെ ഹെൽപ്പേഴ്സ് ആണ് ഇവരെല്ലാം. ഹെൽപ്പേഴ്സ് ഇല്ല, എന്നെ ഹെൽപ്പ് ചെയ്തു. എന്റെ അനിയത്തി, പിള്ളേര്, ഞങ്ങളുടെ കുഞ്ഞുമാവ, ഞങ്ങളുടെ ആകെയുള്ളൊരു ജോക്കുട്ടൻ, അങ്ങനൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ വിശേഷം. ഓക്കെ, ആരെ ഞാൻ എന്റെ ഇളയ കൊച്ചിന് ഇപ്പൊ എത്ര വയസ്സായി? ഇതാണ് എന്റെ ബേബി. ഞാനിതെല്ലാം മറന്നുപോയി, എങ്ങനെ ബാഗ് എടുക്കണ്ടെന്നും എന്നൊക്കെ എടുക്കണമെന്നും. എന്റെ സിസ്റ്ററിനെ പോസ്റ്റ് ചെയ്യാം. അതല്ല എന്റെ ഇളയ കുഞ്ഞുവാവ ഇതാ, എന്താ ചാരി കുഞ്ഞുവാവ. അവളിപ്പോ എന്നൊക്കെ വലുതായി നീളവും. അതുകൊണ്ട് ഞാൻ ഈ ബാഗിനകത്ത് എന്നൊക്കെ എടുക്കണമെന്നോ കുഞ്ഞുവാവയ്ക്ക് എന്നൊക്കെ വേണോന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്റെ സിസ്റ്റർ റീസെന്റ് എന്റെ കുഞ്ഞുവാവ കുഞ്ഞാവ ഞങ്ങളുടെ കുഞ്ഞുവാവ, ഞങ്ങളുടെ ക്രിസ്മസ് കുഞ്ഞുവാവ. ഈ കുഞ്ഞുവാവയ്ക്ക് അടിക്കുക പോലെ എൻ്റെ സിസ്റ്റർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പോയിരുന്നു ബാഗൊക്കെ എന്നെ അടുക്കണ്ട. സിൻഡ്രല്ല സിസ്റ്റർ പറഞ്ഞു, സിൻഡ്രല്ലാക്ക് മൈക്ക് കൊടുക്കാം. ആദ്യം പലു മിണ്ടാത്ത പറ. ആദ്യം നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ എല്ലാം തന്നെ ഒരുമാതിരി എല്ലാം കിട്ടും, ഇടാനുള്ള ഡ്രസ്സ്, കുഞ്ഞിനുള്ള ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാപ്സ്യൂളിന്റെ ആവശ്യമുള്ളൂ, കൊണ്ടുപോയാൽ മതി. ഇഫ് ഇറ്റ്സ് നോർമൽ ഡെലിവറി നമുക്ക് അറിയത്തില്ല എത്ര ദിവസം അവിടെ നിൽക്കേണ്ടി വരും, ഒന്നും അറിയത്തില്ല. ജസ്റ്റ് ഒരു ചെറിയൊരു ബാഗ് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് ചെയ്യാം. ഞാനായിരുന്നെങ്കിൽ പല സൈസിലുള്ള ഡ്രസ്സ് എടുത്തു വെച്ചായിരുന്നു. കാരണം നമുക്ക് ബേബിക്ക് എന്തുമാത്രം വെയിറ്റ് ഉണ്ടെന്നോ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ ഒരു 3 സെറ്റ് റെഡിയാക്കിയായിരുന്നു, പല സൈസിലുള്ള. അപ്പം കുഞ്ഞിൻ്റെ ഉടുപ്പ് ആദ്യം എടുത്ത് വെക്കാം. ഇവിടെ തണുപ്പ് രാജ്യം ആയതുകൊണ്ട് നമുക്കൊരു സ്വെറ്റർ പോലത്തെ നമുക്ക് ആദ്യം എടുത്ത് വെക്കാം. അത് ആൺകൊച്ചാണോ പെൺകൊച്ചാണോ നമുക്ക് ജെൻഡർ ഇതുവരെ ഉറപ്പായിട്ടില്ല. അതുകൊണ്ടൊരു ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വൈറ്റ് ഡ്രസ്സാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. നമുക്ക് അത് എടുത്ത് വെക്കാം അല്ലേ. സ്വെറ്റർ ഒരു ദിവസമൊക്കെ സ്റ്റേ ഉള്ളെങ്കിൽ ഒരു 2 ഡ്രസ്സിൻ്റെ ആവശ്യമുള്ളായിരിക്കും. നമ്മൾ മിനിമലായിട്ട് എടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലോ നമ്മൾക്ക് ഇവിടെ ആണെങ്കിലും ബാഗ് സെറ്റ് ചെയ്തിട്ട് ആരെ കൊണ്ടെല്ലാം എടുപ്പിച്ചാൽ മതിയല്ലോ. തൊട്ടടുത്ത ഹോസ്പിറ്റൽ ഒരു 2-3 കിലോമീറ്റർ ആർക്കും. ഇത് ഇന്നർ വെയർ ആണ്, തെർമൽ പോലെ. തെർമൽ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഡ്രസ്സ് എല്ലാം ഗിഫ്റ്റ് കിട്ടിയ കേട്ടോ. ഓക്കെ, ചാരു എന്നെ ഹെൽപ്പ് ചെയ്യുന്ന മടക്കാൻ. രണ്ടുപേര് ഒരു എക്സ്ട്രാ കൂടെ ചുമ്മാ എടുത്ത് വെക്കുക. ഇതും ജെൻഡർ ന്യൂട്രൽ എനിക്ക് ആ കളർ ഇഷ്ടമല്ല. ബേബി അല്ല, ബേബി യെല്ലോ. അക്കൊന്നും മിണ്ടാത്ത 3 എണ്ണം മതി. ചാരുവിന് ഏത് കളർ ഇഷ്ടപ്പെട്ട? ഇതൊക്കെ അതും അതിന്റെ കൂടെ വന്നതാ. നമുക്ക് ഇത് വേറെ ആയിട്ട് മാറ്റി വെക്കാം. പല സൈസിലാണ്, 2 സെറ്റായിട്ട് അടുപ്പിച്ച്. അത് കഴിഞ്ഞിട്ട് എന്താ അതിന്റെ മുകളിലിടാണ്ട് ഒരു ബോഡി സ്യൂട്ട്, ജംപ് സ്യൂട്ട് അല്ലേ. ഇതെല്ലാം ഞാനിതെല്ലാം മറന്നുപോയി. ഇതെല്ലാം പഠിക്കണം. എടുക്കാവോ? അതിന് ഹെൽപ്പ് ചെയ്യാം. ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്തത് ന്യൂ ബേബി ഉള്ളതുകൊണ്ട് അല്ലേ ഇത് നല്ലൊരു മസിലിന് എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കൊച്ചിനെ പൊതിപ്പിക്കാൻ വേണ്ടി നല്ല സോഫ്റ്റ്, നല്ല കോട്ടൺ ആണ്. നല്ല മണം. എല്ലാം അലക്കി വെച്ചിരിക്കുന്നു, അലക്കി തേച്ച് വെച്ച. ഇത് ഒരെണ്ണം നമുക്ക് ഒരു ജോഡി പോലെ ഒരു സെറ്റ് ആക്കി വെച്ചേക്കാം. പിന്നെ അതിന്റെ കൂടെ എന്നാ ചെയ്ത് വേണ്ട, ഞാനൊരു ടവലും കൂടെ എടുക്കുക.
ഇതിന്റെ പേരെന്താ? ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി പുതപ്പ് വേണമെന്നേ. ചൂടുകാലമാണെന്ന് പറഞ്ഞാൽ ഇവിടെ ലൈസിയും തണുപ്പാ, കാറ്റ് പോലൊക്കെ ഉണ്ട്. അത് വരണം. പിന്നെ ഒരു ബ്ലാങ്കറ്റ്, എല്ലാം വൈറ്റ് അല്ലല്ലേ? ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാം ഒരു ജോഡി എടുക്കുന്നുള്ളൂ. മിച്ചനും ചെറിയ ചെറിയ കുഞ്ഞ് അടുത്ത് വരുമോ? കുഞ്ഞു ടവൽ എന്നാ പറയുന്നത്? പിന്നെ കുഞ്ഞിന് തൊപ്പി. ചാക്കുട്ടി എന്താന്ന് പറയുന്നില്ല, ചാരി ഒന്നും പറയാം. അതൊരു 2 എണ്ണം അറിയില്ല. പിങ്ക് ബേബി ആണെങ്കിൽ, ബേബി ഗേൾ ആണെങ്കിൽ പിങ്ക് കാലിലിടുന്ന, കയ്യിലിടുന്ന മിറ്റൻസ്. സോക്സ് ഉണ്ടോ? അതുപോലെ എല്ലാം ഒരു സെറ്റ് എടുത്ത് വെക്കാം നമുക്ക്. അറിയില്ല ആൻറ്റിക്ക് ഇതെന്താണ്. ബോട്ടിന് ചൂടാണെങ്കിൽ ബോട്ടിൽ എനിക്ക് യൂസ്ഫുൾ ആണ്. എടുത്ത് വെച്ചു. ഇൻ കേസ് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് മേടിക്കാൻ പറയുകയാണെങ്കിലോ. നല്ല മണമാണോ? നോക്കിയോ വെച്ച മണം. അതോ ഫ്രാഗ്രൻസ് ഫ്രീ ആണോ? ഇവിടുത്തെ ഒരു ഇതാ ഫേമസ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റ് ബോഡി ലോഷൻ ഫോർ ദ ബേബീസ് ഡെലിക്കേറ്റ് സ്മെല്ല്. നല്ല സ്കിന്ന് ഇല്ല ഇവിടെ തീർച്ചയായും. പിന്നെന്താ ഇതിന്റെ പേരെന്താ? നമ്മളെ ജോളി ജമ്പർ കൊച്ചിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് കാസീറ്റിനകത്ത് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ക്യാപ്സ്യൂളിനകത്ത് വെക്കുമ്പോഴത്തേക്ക് അതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ബേബി വൈപ്സ്. ഇത് ഇപ്പൊ എല്ലാരും വാട്ടർ വൈപ്സാണ് യൂസ് ചെയ്യുന്നത്. 99.9% വാട്ടർ, പെർഫ്യൂംഡ് അല്ല, ജസ്റ്റ് ഡ്രോപ്പ് ഓഫ് ഫ്രൂട്ട് എക്സ്ട്രാക്റ്റേ ഉള്ളൂ. ഫുൾ വാട്ടർ വൈപ്സ് ഒക്കെ ഇപ്പം എല്ലാം യൂസ് ചെയ്യും. പാമ്പർ അല്ല, പാമ്പർ മേടിച്ചില്ല അല്ലേ? പാമ്പർ പക്ഷെ വേണ്ട. പക്ഷെ ഇവിടെ എല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും പാമ്പേഴ്സും പാഡ്സും എല്ലാം. അത് വാങ്ങിയില്ല. ഒന്ന് ഇത് ചെയ്യാം. ഞാൻ ചുമ്മാ ഒരെണ്ണം എടുത്തതേ ഉള്ളൂ. അവീന കമ്പനിയുടെ ബേബി ഷാമ്പു ആൻഡ് വാഷ്. ഇൻ കേസ് എനിക്ക് തോന്നുന്ന ആദ്യത്തെ ദിവസങ്ങൾ കൊച്ചുങ്ങളെ ഇങ്ങനത്തെ ഒന്നും ഇടിയിപ്പിക്കത്തില്ല. ഇങ്ങനെ തുടക്കത്തേ ഉള്ളൂ. അതിൽ ഇവിടെ മാം വാട്ടറൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വാട്ടറും കൂടെ ചേർക്കും. ജസ്റ്റ് ഒരെണ്ണം എടുത്ത് വെച്ചതേ ഉള്ളൂ. പാലും കുപ്പി എടുക്കുന്ന കാണിച്ചായിരുന്നു. എവന്റിന്റെ ഫിലിപ്സിന്റെ നല്ല ബേബിയുടെ ജസ്റ്റ് ഒരെണ്ണം അതും മേടിച്ചു. പിന്നെ ഇനി എനിക്കുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് എല്ലാവരും ഹോസ്പിറ്റൽ ഗൗൺ, ടവൽസ് എല്ലാം പിന്നെ ഇന്നർ പോലും എല്ലാം തരും. പക്ഷെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇപ്പൊ ഞങ്ങളൊരു ഡ്രസ്സ് എടുത്ത് വെച്ച് പച്ചക്കളിയായിട്ടാണ് പച്ചക്കളിയായിട്ട് പോയിട്ട് പിന്നെ കുറച്ച് ഇന്നറ് അതും ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാക്സിമം അവിടുത്തെ ഡ്രസ്സ് ഇടാൻ പ്ലാൻ ചെയ്യുന്നു. പക്ഷെ നമുക്കൊരു ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു നൈറ്റ് ഡ്രസ്സ് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുവാണെങ്കിൽ, അതുപോലെ തന്നെ ഒരു അതും ഫ്രണ്ട് ഓപ്പൺ നൈറ്റി, തിരിച്ചു വരുമ്പോഴുള്ള ഡ്രസ്സ്
എന്താ ഒരു ചെറിയൊരു ടവല്. മേക്കപ്പ് സെറ്റ്സ്. അത് നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റാത്ത സാനിറ്ററി പാഡ്സ് കുറച്ച് എടുത്ത് വെച്ച് നമ്മുടെ സാധനങ്ങളാണ്. ഇതെല്ലാം അത്യാവശ്യം ഒതുങ്ങുന്നതല്ല, എന്താ സാനിറ്ററി ഐറ്റംസ് എല്ലാം. മെയിനായിട്ട് ബ്രഷ്, പേസ്റ്റ്, ക്രഞ്ചീസ് ആവശ്യത്തിന്. പിന്നെ ചെറിയ വെരി ഇമ്പോർട്ടന്റ്. അവിടെ വേണം. ഇതൊരു സോക്സ്. ഇവിടെ ഭയങ്കര തണുപ്പായി. പിന്നെ എന്റെ ബാഗ് മമ്മിയുടെ ബാഗ് ഇത് മമ്മിയുടെ കോച്ച് ബാഗ് ഇവിടെ കിടന്ന് ഭയങ്കര നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം. ഫോണിന്റെ ചാർജറ്, എനിക്ക് തോന്നുന്നു അത്യാവശ്യമുള്ള മിനിമൽ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട് തൊട്ടടുത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കൊണ്ട് തന്നോളും. ബാക്കി കുറച്ച് എല്ലാം റെഡിയാക്കി വെക്കണം. ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. ഇനി എന്തെങ്കിലും അസെൻഷ്യൽ ഫുഡെല്ലാം അവിടുന്ന് സപ്ലൈ പിന്നെ ഞാൻ ക്യാപ്സുകൾ എടുക്കണം. അതൊക്കെ ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ വേണ്ടത്. നമ്മൾ മിനിമലായിട്ടാണ് കൊണ്ടുവന്നത്. വേറെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ട്? ഫുഡൊക്കെ എല്ലാം അവിടുന്ന് സപ്ലൈ ആകും. നമ്മൾ ഫുഡൊന്നും കൊണ്ടുപോയി നമ്മുടെ ഓൺ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരാണെങ്കിൽ നമ്മൾ നല്ല കെട്ടിയാനാണല്ല. ഇനി ഇവിടെ വന്നിരിക്കും. നമുക്ക് വായി പറഞ്ഞിട്ട് അത്രയൊക്കെ ഉള്ളു. സോ എല്ലാരും പ്രാർത്ഥിക്കുക അല്ലേ? Anything to add? Thank you for watching. Gonna be a Santa Thank you for watching. Christmas Thank you baby. for watching. Bye bye. Bye bye. Bye bye.